അറഫയ്ക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അറഫയുടെ ഒന്നാമത്തെ മഹത്വം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന് പ്രഖ്യാപിച്ച സ്ഥലമാണ് അറഫ. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ദീനായി നാം തൃപ്തിപ്പെട്ടു, നിങ്ങളുടെ ദീൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നു. ജൂതന്മാര് സഹാബികളോട് പറയാറുണ്ട്, ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കിടയിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ ആഘോഷ ദിവസമാക്കുമായിരുന്നു. ആഘോഷങ്ങളിലല്ല അറഫയുടെ മഹത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിർത്തിയത്. അപ്പോൾ ദീൻ പൂർത്തീകരിച്ച സ്ഥലമാണ് അറഫ. ആ പ്രഖ്യാപനം നിർവഹിച്ച സ്ഥലമാണ് അറഫ എന്ന് പറയും. രണ്ടാമത്തെ അതിൻ്റെ മഹത്വം, ധാരാളം ആളുകൾക്ക് അല്ലാഹു നരകമോചനം നൽകുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയും. ധാരാളം ആളുകളെ നരകത്തു നിന്ന് മോചിപ്പിക്കുമെന്നാണ്. മൂന്നാമത്തെ അതിൻ്റെ ഫളൽ, ശ്രേഷ്ഠത എന്ന് പറയുന്നത് പാപമോചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന് വൈകുന്നേരമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എല്ലാവരോടും നിശബ്ദരാവാൻ പറയൂ, ഞാൻ ചില കാര്യങ്ങൾ പറയാണ്. എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടൊരു വിവരം തന്നു, ഈ അറഫയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അത് ഞങ്ങൾക്ക് മാത്രം ബാധകമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അറഫയിൽ ആരൊക്കെ ഏതൊക്കെ കാലത്ത് ഒരുമിച്ച് കൂടുമോ അവർക്കെല്ലാം അത് ബാധകമാണ്, അവർക്കെല്ലാം പാപമോചനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തെ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുന്ന സ്ഥലമാണ് അറഫ എന്ന് പറയും. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് എടുത്തു തരും. ഭൂമിയിൽ ഒരു സ്ഥലത്തും അറഫയോളം അള്ളാഹു ഒരടിമയുടെ അടുത്ത് നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അറഫയിലാണ് അള്ളാഹു ഒരു അടിമയുടെ ഏറ്റവും സമീപസ്ഥമായി നിൽക്കുക. കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾക്കല്ലാത്ത എല്ലാ മനുഷ്യർക്കും അള്ളാഹു അവിടെ ഉത്തരം നൽകും. കുടുംബബന്ധം മുറിച്ച ആളുകൾക്ക് അള്ളാഹു അവിടെ നിന്ന് ഉത്തരം നൽകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്.